بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد سورة العنكبوت 19, 20, 21 ഈ 3 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ പേജ് നമ്പർ 398 ഈ 3 ആയത്തുകളുള്ളത്. ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും നാം അറിയേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അവലം യറൗ ഇതിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അല്പം പോലും മീമിനെ മണിച്ചു പോകാൻ പാടില്ല. അവലം യറൗ യറൗ എന്ന് പറയുമ്പോൾ റായിനെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അവലം യറൗ കൈഫ കൈഫ യുബ്ദിഉ കൈഫ എന്ന് പറയുമ്പോൾ കാഫ് മഹ്മൂസായ അക്ഷരമാണ്, ഹംസിന്റെ അക്ഷരം. അത് കൈഫ എന്നോ അല്പം തഫ്ഖീമോ മറ്റോ ചേർന്ന് വിധത്തിലാവരുത്, മറിച്ച് തർക്കീഖിന്റെ അക്ഷരമാണ്, ഇസ്തിഫാലിന്റെ ഹർഫാണ്. കൂടാതെ ഹംസ്, ഷിദ്ദ ഇതൊക്കെ കാഫിലുള്ളതാണ്. അതുപോലെ ഫാവും ഹംസിന്റെ അക്ഷരം തന്നെയാണ്. കൈഫ യുബ്ദിഉ യുബ്ദിഉ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ ബാ അതിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ് അതിന്റെ സുക്കൂനിനെ. യുബ്ദിഉല്ലാഹു അല്ലാഹു എന്ന ഇസ്മുൽ ജലാല അതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. കാരണം ആ ലാമിന്റെ തൊട്ടു മുമ്പിൽ അല്ലെങ്കിൽ ആ പദത്തിന്റെ തൊട്ടു മുമ്പിൽ വന്നിട്ടുള്ളത് ദമ്മ ആണ്. കസ്റ ആകുമ്പോൾ മാത്രമാണ് ലാമിനെ തർക്കീഖ് ചെയ്യുക. ബിസ്മില്ലാഹി അഊദു ബില്ലാഹി ഒക്കെ പോലെ. എന്നാൽ തൊട്ടു മുമ്പിൽ ഫത്ഹ, ദമ്മ എന്നിവ വരുമ്പോൾ തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കണം. യുബ്ദിഉല്ലാഹുൽ ഖൽഖ അൽ ഖൽഖ എന്ന് പറയുമ്പോൾ ഖാ, ഖാഫ് ഇവയും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇസ്തിഅലാഇന്റെ ഹർഫുകളാണ്, ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളാണ് ഖാഉം ഖാഫും. സുമ്മ ഇതിൽ മീം മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട മീം, ഇതിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ ഉന്നത്ത് നൽകണം. സുമ്മ യുഈദു യുഈദു ഐൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യമാണ്. യുഈദു അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ് വരുന്നത്. ഹാഉ ദമീർ ചേർത്ത് ഓതുകയാണെങ്കിൽ യുഈദുഹു ഇന്ന ദാലിക് എന്ന് ഹാഉ ദമീറിനെ ദീർഘിപ്പിച്ച് മദ്ദുസ്സിലത്തിൽ കുബ്ര നൽകി ഓതേണ്ടതാണ്. അഥവാ മദ് മുൻഫസിൽ ജായിസിന്റെ വിധിയാണ് അവിടെ നൽകപ്പെടുക. ആ ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിലാണ് വേണ്ടത്. അങ്ങനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇനി ദീർഘം ഒഴിവാക്കി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമാക്കുകയും ആവാം. അപ്പോൾ ഈ ദീർഘത്തിന്റെ പേരാണ് മദ്ദുസ്സിലത്തിൽ കുബ്ര. യുഈദുഹു ഇന്ന ദാലിക് നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ദാലിക അലല്ലാഹി യസീർ. അലല്ലാഹി നേരത്തെ സൂചിപ്പിച്ചു. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം. ആ ലാമിന്റെ ദീർഘമായ അലിഫിലും തഫ്ഖീം നിലനിൽക്കണം. അലല്ലാഹി യസീർ
അന്ത്യത്തിൽ വരുന്ന റായിൽ സുക്കൂനാണ്, തൊട്ടുമുമ്പിൽ യാഇനും സുക്കൂനാണ്. വഖഫിന് വേണ്ടി റായിന് സുക്കൂൻ, തൊട്ടുമുമ്പിൽ സാക്കിനത്തായ യാവും. അപ്പോൾ ഇവിടെ ഈ റായിനെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് യസീർ എന്ന് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ. ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം നിസ്ബിയാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫിനെ ഉച്ചരിക്കുക. ഖുൽ എന്നതിലെ ലാമുൽ ഫിഅല് എന്ന് പറയും. ആ ലാമിനെ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ശേഷം ലാമും റാവും ഒന്നുമില്ലാത്തതുകൊണ്ട് ലാമിന് ഇൽഹാർ എന്ന വിധിയാണ്. ഖുൽ സീറൂ, സീറൂ റായിന് തഫ്ഖീം കൊടുക്കുക. സീറൂ ഫിൽ അർദി, അൽ അർദി റായിന് വീണ്ടും തഫ്ഖീമാണ്. സാക്കിനത്തായ റാ തൊട്ടുമുമ്പിൽ ഫത്ഹ. ഈ അവസ്ഥയിൽ റായിനെ തടിപ്പിക്കണം. ദ്വാദിനും തഫ്ഖീമാണ്, ഇസ്തിഅലാഇന്റെ ഹർഫാണ്. മക്സൂറത്തായതുകൊണ്ട്, കസ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമേ ദ്വാദിനുണ്ടാവുകയുള്ളൂ. ഫിൽ അർദി ഫൻദുറൂ. ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. ഈ മണിക്കലിൽ തഫ്ഖീം വേണം. കാരണം ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫായ വാ ആണ് എന്ന കാരണത്താൽ. എന്നിങ്ങനെ തർക്കീഖല്ല, മറിച്ച് വാഹിനും ശേഷം റായിനും തഫ്ഖീമാണ്. كيف بدأ الخلق, كيف بدأ الخلق. അവിടെ بدأ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. كيف بدأ الخلق. ഖാഇനും ഖാഫിനും തഫ്ഖീമുണ്ട്, ഇസ്തിഅലാഇന്റെ ഹർഫുകളായതുകൊണ്ട്. ഖാഫിൽ വഖഫ് ചെയ്യുകയാണ്. വഖഫിന്റെ സന്ദർഭത്തിലുള്ള ഖൽഖലത്തിന്റെ ഹർഫിന്റെ ഉച്ചാരണം ആ ഖൽഖല കുബ്രായായിരിക്കും. നല്ല ശക്തമായ ശബ്ദം അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം അവിടെ വഖഫ് ചെയ്യേണ്ടത്. ഖൽഖല ശക്തമാകുന്ന സന്ദർഭമാണത്. കൈഫ ബദഅൽ ഖൽഖ, വ്യക്തമായി കേൾപ്പിക്കുക. അതിനാണ് ഖൽഖല കുബ്ര എന്ന് പറയുന്നത്. ثم الله, മീം മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലെ തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. യുൻഷിഉ, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്, കാരണം ഷീൻ തർക്കീഖിന്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. അപ്പോൾ യുൻഷിഉ പറയണ്ട, മറിച്ച് യുൻഷിഉ, യുൻഷിഉ നശ്അതൽ ആഖിറ. അന്നശ്അത ശബ്ദമുള്ള നൂനിനെ മണിക്കുക. നൂൻ മുശദ്ദദ. അൽ ആഖിറ, ഹംസകളെ ഒക്കെയും വ്യക്തമാക്കണം. നശ്അത എന്നപ്പോൾ നശ്അത, ഷിദ്ദത്തിന്റെ ഹർഫാണ് ഹംസ. അതുപോലെ നശ്അതൽ ആഖിറ, നശ്അതൽ ആഖിറ എന്ന് പറയും. പലരും തെറ്റാണ്, അങ്ങനെ പറയുന്നത്. നശ്അതല്ല ലാ എന്ന് അവിടെ ശബ്ദമുള്ള ലാമിനെ പുതിയതായി ഉച്ചരിക്കുകയാണ്. തെറ്റല്ലേ? അങ്ങനെയല്ലല്ലോ. നശ്അതൽ ആഖിറ. ഖാ ഇസ്തിഅലാഇന്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്യണം. കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ ഖാനുണ്ടാകുകയുള്ളൂ. ശേഷം റായിനും പൂർണ്ണമായ തഫ്ഖീം. അൽ ആഖിറത എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകപ്പെട്ട ഹ ആക്കിക്കൊണ്ട് അന്നശ്അതൽ ആഖിറ എന്ന് വഖഫ് ചെയ്യുക. ഇന്നല്ലാഹ, നൂൻ മുശദ്ദദ മണിക്കുക, സൂചിപ്പിച്ചതാണ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനും തഫ്ഖീം കൊടുക്കുക. ഇന്നല്ലാഹ അലാ കുല്ലി, അലാ
അലോ അല അല ഇസ്തിഫാലിന്റെ അക്ഷരം തർക്കീഖ്, അലിഫിനും തർക്കീഖ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈഇൻ ഈ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. തടിപ്പിച്ചുകൊണ്ട് ആ മണിക്കലിനെ ഉച്ചരിക്കുക. ശേഷം ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫാണ് എന്നതുകൊണ്ട് അന്ത്യത്തിൽ വന്ന റാഇനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ച് ഖദീർ എന്ന് ഉച്ചരിക്കണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ. യുഅദ്ദിബു മൻ യശാ. യുഅദ്ദിബു ഐന് ദാല് ഇവ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഐന് സൂചിപ്പിച്ചു അതിന്റെ മഖ്റജ്. ദാലാവട്ടെ നാവിന്റെ അറ്റം മേലെ മുൻപല്ലും. ദാല് റിഖ്വായി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ലൂസാക്കി അയവോടുകൂടി. എന്നിങ്ങനെ യുഅദ്ദിബു മൻ യശാഉ. മൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന പൂർണ്ണമായ ഇദ്ഗാമല്ല, നാഖിസാണ്. മൻ അല്ലെ, മണിക്കലോട് കൂടിയുള്ള ഇദ്ഗാം. മൻ യശാഉ. ഇതിലുള്ള അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. ശേഷം അതേ പദത്തിൽ തൊട്ടു ശേഷമായിക്കൊണ്ട് ഹംസ വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത്. അലിഫും അതായത് ദീർഘാക്ഷരവും ശേഷം ഹംസയും ഒരേ പദത്തിൽ ചേർന്ന് വന്നതാണ് ഈ ദീർഘത്തിന്റെ കാരണം. ഇവിടെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വീണ്ടും വയർഹമു മൻ യശാ ആവർത്തിക്കുകയാണ് ആ പദങ്ങൾ. അതിനു മുമ്പ് യർഹമുവിൽ റാഇനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. സാക്കിനത്തായ റാ തൊട്ടു മുമ്പിൽ ഫത്ഹ. യർഹമു വയർഹമു ഹ അതിന്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. മൻ യശാ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. സാക്കിനത്തായ നൂൻ ഇദ്ഗാം ബിഗുന്ന. അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘിപ്പിക്കുക. വഖഫായതിനാൽ 6 ഹറക്കത്തിന്റെ അളവ് വരെ ആ ദീർഘം നൽകാവുന്നതാണ്. ഇശ്ബാ ചെയ്ത് മൻ യശാ എന്ന് ദീർഘം നൽകാം. വഇലൈഹി തുഖലബൂൻ. തുഖലബൂൻ ഖാഫിന് തഫ്ഖീമുണ്ട്. അതോടൊപ്പം ഖൽഖല സുഗ്റ നൽകി ഖാഫിന്റെ സുക്കൂനിനെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. തുഖലബൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أولم يروا كيف يبدئ الله الخلق ثم يعيده إن ذلك على الله يسير. قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير. يعذب من يشاء ويرحم من يشاء وإليه تقلبون.